വളരെ സിമ്പിളായിട്ട് ഈ കോംബ് ഹെയർ ക്ലിപ്പ് ഒന്ന് ചെയ്താലോ? ഇതിന് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ കോംബ്, പിന്നെ കുറച്ച് ബീഡ്സ് വേണം, ക്ലിപ്പ് സ്റ്റോൺ വേണം, ഫെൽറ്റ് ഷീറ്റ്, ഒരു പീസ് ഫെൽറ്റ് ഷീറ്റ് എടുക്കുക. ഒരു ഹാഫ് സർക്കിൾ നമുക്കൊരു ഇതുപോലെ റാ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ബീഡ്സ് വയ്ക്കുക. ഇനി ഈ ബീഡ്സ് ഞാൻ നന്നായിട്ട് ഫെൽറ്റ് ഷീറ്റ് ആയതുകൊണ്ട് നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടേ വെക്കാവൂ. കാരണം അത് പെട്ടെന്ന് ഡ്രൈ ആവും അല്ലെങ്കിൽ ഗ്ലൂ. അതിലേക്ക് നമ്മൾ ബീഡ്സ് വെക്കുമ്പോൾ അത് ഇരിക്കണമെന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ ഞാൻ ഇച്ചിരി ഗ്ലൂ തന്നെ നല്ല ഗ്ലൂ ആണ് അപ്ലൈ ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അത്യാവശ്യം നല്ല പേളാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അത് വെയിറ്റ് ഉണ്ടാവും, ഇളകി വരും. ഇത് ഞാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്, അപ്പോൾ വെയിറ്റ് ഉണ്ട്, അത് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. പേളാണ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ലെയറിൽ വീണ്ടും ഓരോ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഞാനിപ്പോൾ ഇവിടെ പേളും ക്ലിപ്പ് സ്റ്റോണുമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് കളർ ബീഡ്സ് ഇല്ലേ, നമ്മുടെ സാധാ ബീഡ്സ് വെച്ചിട്ടും ചെയ്യാം. ഞാൻ ഇതിന് മുന്നും ബീഡ്സ് വെച്ചിട്ടുള്ളത് ഒന്ന് ചെയ്തിട്ടുണ്ട്. അന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് പറഞ്ഞതുമാണ് നല്ല ഭംഗിയുണ്ടെന്ന്. അതുകൊണ്ടാണ് അതിൻ്റെ വെറൈറ്റികൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. അടുത്ത ലെയർ കൊടുക്കുക. ഇനി ഇതിൽ ഞാനിപ്പോൾ ഒരു ലെയർ ബീഡ്സ് കൊടുത്തു. ഇനി ഇതിൽ ഫസ്റ്റ് ലെയർ നിങ്ങൾക്ക് സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോൺ കൊടുക്കാം, അടുത്ത ലെയർ ബീഡ്സ് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാനിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ലെയർ ഞാനിങ്ങനെ സ്റ്റോണും ബീഡ്സും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. കണ്ടല്ലോ? അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് ചെയ്തു വരുമ്പം എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗി കൂട്ടണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടയ്ക്കൊന്ന് ബീഡ്സ് മാറ്റിയിട്ട് സ്റ്റോൺസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും കൊടുക്കാം. ഞാൻ സ്റ്റോൺസും ബീഡ്സും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ ക്ലിപ്പ് സ്റ്റോൺ, നമ്മുടെ സ്റ്റോൺ ചെയിനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ലെയർ, ഈ ഓരോരോ ലെയർ നമ്മളുടെ ഇഷ്ടത്തിന് മാറ്റി ചെയ്യാം കേട്ടോ. മാറ്റി ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അതിനൊരു വെറൈറ്റി, ഓരോന്ന് ചെയ്താലും അതിൻ്റേതായ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമെന്നില്ല. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഒന്നെന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ക്ലിപ്പ് സ്റ്റോൺ, റൗണ്ട് ക്ലിപ്പ് സ്റ്റോൺ ആണ് നമ്മൾ ഈ ബീഡ്സിൻ്റെ ഇടയിൽ വെക്കുകയും ചെറിയൊരു ഗ്യാപ്പ് വരും. സ്ക്വയർ ക്ലിപ്പ് സ്റ്റോൺ ആണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ലായിരിക്കും. അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മാക്സിമം ഗ്യാപ്പ് വരാത്ത രീതിയിൽ വെക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു ലെയർ സ്റ്റോൺ ചെയിൻ കൊടുക്കുന്നു. ഇതിപ്പോൾ ഒരു ലെയറിന് പകരം 2 ലെയർ സ്റ്റോൺ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിപ്പം വേണമെങ്കിൽ, നമ്മളുടെ ഈ ഹെയർ ക്ലിപ്പിൻ്റെ വലിപ്പം കുറച്ചും കൂടെ വേണമെങ്കിൽ, കുറച്ചുകൂടെ എടുത്ത് നിൽക്കണമെങ്കിൽ ഇത് ലെയറിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്ന ഇതിപ്പോൾ എന്താ 3-4 ലെയർ ആണെങ്കിൽ ഇത് 4-5 ആക്കാം. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഫെൽറ്റ് ഷീറ്റ് കുറച്ചുകൂടെ വലുതാക്കി കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായി അപ്ലൈ ചെയ്യുക. കണ്ടല്ലോ, ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അവസാനം ഒരു ലെയറിൽ എന്ത് ചെയ്ത് ബീഡ്സ് വീണ്ടും ക്ലിപ്പ് സ്റ്റോണും ബീഡ്സും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ സ്റ്റോൺ ചെയിനില്ലേ, അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഈ ക്ലിപ്പ് സ്റ്റോണിൻ്റെ അത്ര വലിപ്പമുള്ള സ്റ്റോൺ ചെയിൻ അവൈലബിൾ ആണ്. റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതൊരു ലെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുത്ത് ചെയ്യാം. ഏതാണ് ഭംഗിയായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഭംഗിക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള അക്സസറീസ് ഒക്കെ വെച്ചിട്ട് ഇത് മനോഹരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടില്ലേ? ഞാൻ ഇങ്ങനെ അതിന് എന്താ പറയുക, ഇടവിട്ട് ഒരു 2-3 കൊടുത്തിട്ട് ക്ലിപ്പ് സ്റ്റോൺ കൊടുത്തപ്പോൾ ഒരു ഭംഗി കുറവ് തോന്നി. അതുകൊണ്ട് ഞാൻ ഒന്നിടവിട്ട് പിന്നെ അവസാനം ചെയ്തു കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കറിയാം, ഇത് ചെയ്യാൻ വേണ്ടി ഒത്തിരി ടൈമോ ഒന്നും എടുത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്കും എല്ലാവർക്കും ചെയ്തെടുക്കാം. ഇത് ഭയങ്കരമായിട്ടുള്ള ഒത്തിരി ടഫായിട്ടുള്ളതൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ എളുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് കോർത്തോ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഒട്ടിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പേസ്റ്റ് ചെയ്യുന്നതാണ്. ഈ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ B7000 ഗ്ലൂ ഇളകിയൊന്നും വരത്തില്ല. നല്ല ഇത് സ്റ്റിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളകത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കാരണം ഞാനൊക്കെ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്തു. ഞാൻ ആ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പുറത്തേക്ക് ഇങ്ങനെ നമ്മുടെ ഗ്ലൂ ഒക്കെ കാണുമെങ്കിൽ ഇതുപോലെ ചേർത്ത് വെച്ച് നമ്മളിത് ചെയ്യരുത്. ചേർത്ത് വെച്ച് നമ്മളത് ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ പേളിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വീഴും. അതുകൊണ്ട് കുറച്ച് പുറകിലെന്ന് ഒരു ചെറിയ ഗ്യാപ്പ് വെച്ചിട്ട് ബാക്കിലെന്ന് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മുടെ ആ ലൈറ്റിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം കേട്ടോ. അതിനുശേഷം പുറത്തോട്ട് കാണുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് നല്ല രീതിയിൽ നീറ്റായി കൊടുക്കുക. ഇതുപോലെ ഡയറക്റ്റ് വെക്കാതെ ബാക്കിലെന്ന്. അപ്പോൾ അതകത്തേക്ക് അങ്ങ് ഉരുകി പൊക്കോളും. ഒരു വൃത്തിയുടെ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ.
അപ്പോൾ എന്ത് ചെയ്യുക, ഇനി അടുത്ത് കോമ്പ് എടുക്കുക. കോമ്പിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ നമ്മുടെ B7000 ഗ്ലൂവിന് ഒരു കുഴപ്പമുണ്ട്. കുറച്ചത് നമ്മൾ യൂസ് ചെയ്ത് 2-3 പ്രാവശ്യം കഴിയുമ്പോൾ കുറച്ച് ഗ്ലൂ കുറയുമ്പോൾ അതിലേക്ക് എയർ പെട്ടെന്ന് കയറും കേട്ടോ. നമ്മൾ ക്ലോസ് ഉപയോഗിക്കും, ഉടനെ ക്ലോസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഫുൾ എയർ കയറും. അപ്പോൾ എയർ കയറി പിന്നെ ഇത് പുറത്തേക്ക് വരാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ദേ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തു, അതിലേക്ക് ഫിക്സ് ചെയ്തു. വളരെ സിമ്പിളായിട്ട് കണ്ടല്ലോ, ബാക്ക് സൈഡിൽ ആ ഉരുക്കിയെന്നോ അങ്ങനെയൊന്നും ഒരു ഇതുമില്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ നമ്മൾ ഹെയറിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഹാങ്ങിങ് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ തൊട്ട് മുന്നേ ഒരിക്കൽ ചെയ്ത് ഹാങ്ങിങ് ഉള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തതാണ്. കണ്ടല്ലോ, ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ.